മറ്റു വാർത്തകളിലേക്ക്. തലസ്ഥാനത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ യുവതിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തി. കൈമനത്ത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സ്ത്രീ തീ പൊള്ളലേറ്റ് മരിച്ചത്. കരുമം സ്വദേശി ഷീജയാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. ആദ്യം പ്രതികരണത്തിലേക്ക്. ഇവിടെ ഒരു പയ്യനുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് സജി എന്നാണ്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ തങ്ങളിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇതിനു മുമ്പ് പലതവണ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, വിലക്കിയിരുന്നു. പക്ഷെ അതൊന്നും പുള്ളിക്കാരി കേട്ടിട്ടില്ല. അപ്പം എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ മകളാണ് പുള്ളിക്കാരി. അപ്പം ഏതാണ്ട് 50 വയസ്സിനോടടുത്ത് പ്രായമുണ്ട് പുള്ളിക്കാരിക്ക്. അപ്പം ഈ ബന്ധം ശരിയല്ല, അപ്പോൾ വിവാഹിതയല്ല. പലതവണ പറഞ്ഞിട്ടും പുള്ളിക്കാരി കേട്ടില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറി ഇവർ വേറെ ഹോസ്റ്റലിലാണ്, ഉള്ളൂരൊരു കടയിലാണ് ഇവർ സെയിൽസ് ഗേളായിട്ട് പോകുന്നത്. അപ്പോൾ വേറെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവർ തങ്ങളുള്ള ബന്ധം തുടർന്നു. 2 ദിവസം മുമ്പ് ഈ കടയിലെങ്ങാണ്ട് പോയി അവിടെ ബഹളം വെച്ചു, ഈ സജി എന്ന് പറയുന്ന കക്ഷി ബഹളം വെച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ്. മുമ്പും നേരത്തെ അവളിവിടെ വന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി നിലവിളി കേട്ടുവെന്നും പുറത്തിറങ്ങി നോക്കിയപ്പോൾ ശരീരത്തിൽ തീ പടർന്ന നിലയിൽ സ്ത്രീയെ കാണുകയായിരുന്നുവെന്നും അയൽവാസി പ്രതികരിച്ചു. രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വിളി കേൾക്കണം, ആന്റി ആന്റി എന്ന് വിളിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ച് എഴുന്നേറ്റ്, ഒരു വിളി കേട്ടതുപോലെ തോന്നിയിട്ട് 10 മണി 10 മിനിറ്റായി കറക്റ്റ്. അപ്പം ഞാൻ എഴുന്നേറ്റ് വന്ന് ഈ കഥവും തുറന്നു. നേരത്തെ എല്ലായിടവും അങ്ങ് അടയ്ക്കും, നമ്മൾ വാടാക്കാരാണ്, 2 വർഷം കൊണ്ട് ഇവിടെ വാടാക്കാണ്. അപ്പം വന്ന് ഈ കഥവും തുറന്നു. അതും തോന്നുമ്പോൾ ആന്റി അവിടെ ഒരു തീ കത്തുവാണെന്ന് പറഞ്ഞു. അപ്പുറത്തെ പയ്യനും ആ അമ്മയും കൂടെ വന്നു പറഞ്ഞു തീ കത്തുവാണ്. അപ്പം ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം തീ നന്നേ നിന്ന് കത്തുന്നു. അപ്പോൾ ആ പയ്യ ഓടിച്ചെന്ന് മതിലിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് ആന്റി ഒരു സ്ത്രീ നിന്ന് കത്തുവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്ക്, റെസിഡൻസിൽ അറിയിക്കാന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചേച്ചിയും കൂടെ ചെന്ന് ഇവിടെ അയൽക്കാരെയൊക്കെ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാന്ന് പറയുമ്പോൾ പോലീസും ആളും ബഹളമൊക്കെ വന്നു. അതിനുശേഷം പിന്നെ ഒന്നും പോലീസ് ഓഫീസർമാരൊന്നും എന്നോട് കാര്യങ്ങൾ ചോദിച്ചു, ഇതുപോലെ പറഞ്ഞു. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് DCP നകുൽ ദേശ്മുഖ് പ്രതികരിച്ചു. ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷനിൽ ഇത് ഫോറൻസിക് പരിശോധന എല്ലാം നടക്കുന്നുണ്ട്. അതിന്റെ ഈ എക്സാക്ട് തീ എങ്ങനെ പറ്റി അത് നമുക്ക് ഫോറൻസിക് പരിശോധന ശേഷം മനസ്സിലാവും. വീട്ടുകാരൊക്കെ എന്നോട് സംസാരിച്ചിട്ട് അവർ കുറച്ച് സംശയം പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരാളിനോട് ഒരു പ്രേമമുണ്ടായിരുന്നു, പ്രണയത്തിലായിരുന്നു. അത് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ട്. അത് നമ്മുടെ പോലീസ് ഇപ്പോൾ എല്ലാം വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇത് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഫോറൻസിക് പരിശോധനയും ബാക്കി എല്ലാ കാര്യങ്ങൾ കിട്ടിയ ശേഷം നമുക്ക് ഏകദേശം എന്ത് കാരണമാണ്, അതിന്റെ കൂടെ തന്നെ എങ്ങനെ ഈ തീപ്പെട്ടി എങ്ങനെയാണ്, അതെല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പ്രതിയെന്ന് കുടുംബം ആരോപിക്കുന്ന സജികുമാറിനെ കരമന പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. VV വിനോദാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വിനോദ്, പ്രാഥമികമായ ആത്മഹത്യ എന്ന് പറയുമ്പോഴും ദുരൂഹത ബാക്കിയാവുകയാണല്ലോ ഈ കേസിൽ. കരിമം സ്വദേശിയാണ്. കൈമനത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. പക്ഷേ സജിയുടെ വീട്ടിലേക്ക് നേരത്തെ തന്നെ വന്നിട്ടുണ്ട് എന്ന സൂചനയാണ്. ഷീജയും സജിയുമായി കുറേ നാളുകളായി അടുപ്പത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൈമനത്തെ വീടറിയാം, ആ ഭാഗങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തി പ്രാഥമികമായി കരുതുന്നത് ഇതൊരു ആത്മഹത്യ എന്ന നിലയ്ക്ക് തന്നെയാണ്. കാരണം സജിയുമായി അടുത്തതോടുകൂടി ഷീജയുടെ വീട്ടുകാർ ഇതിൽ നിന്ന് വിലക്കി. എന്നാൽ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലേക്ക്, കരിമത്തെ വീട്ടിലേക്ക് ഇവർക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കടുത്ത് ഉള്ളൂരിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായി ഷീജ തുടരുകയായിരുന്നു. അതിനടുത്ത് തന്നെ ഒരു ഹോസ്റ്റലിലായിരുന്നു ഇവരുടെ താമസം. സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നില്ല. എന്നാൽ അടുത്തിടെ സജിയുമായി തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സജിക്ക് മറ്റൊരു യുവതിയുമായി അടുപ്പമുണ്ട് എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ ലഭിച്ചതോടെയാണ് ഈ ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത്. മാത്രമല്ല ഷീജയുടെ അനുജത്തി, അമ്മയും അനുജത്തിയുമാണ് കരിമത്തെ വീട്ടിലുള്ളത്. ഇതിൽ അനുജത്തി പറയുന്നത് പലപ്പോഴായി ഷീജയിൽ നിന്ന് സജി പണം വാങ്ങിയിരുന്നു എന്നാണ്. മാത്രമല്ല നഗ്ന ദൃശ്യങ്ങൾ, ഇരുവരും സൗഹൃദത്തിലായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോകൾ ഇത് കയ്യിൽ സൂക്ഷിച്ചിരുന്നു. ഈ ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി പലപ്പോഴായി ഈ വൻ തുകകൾ യുവതിയിൽ നിന്ന് വാങ്ങിയിരുന്നു എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇവർ അവിവാഹിതയാണ്. ഇന്നലെ രാത്രി 10:10 കൂടിയാണ് ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നത്. പരിസരവാസിയുടെ മൊഴി അങ്ങനെയാണ്. തുടർന്ന് ഈ സജിയുടെ തന്നെ വീട്ടിലുള്ള ആളുകൾ
ഇവിടെ വിളി കേൾക്കുന്നു എന്ന് തൊട്ടടുത്ത ആളിനോട് പറയുകയും ആ സ്ത്രീ പുറത്തിറങ്ങി നോക്കുമ്പോൾ ശരീരമാസകലം തീ പടർന്ന് ഒരു സ്ത്രീ നിൽക്കുന്നതാണ് കാണുന്നത്. തുടർന്ന് ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളെ അറിയിക്കുന്നു, പോലീസിനെ അറിയിക്കുന്നു, അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയക്കാരെയൊക്കെ അറിയിക്കുന്നു. അവരെല്ലാം കൂടി എത്തിയ ശേഷമാണ് പിന്നീട് ഇതിൻ്റെ നടപടികൾ അല്ലെങ്കിൽ ഇതാരാണ് എന്നത് തിരിച്ചറിയുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ആദ്യഘട്ടത്തിൽ ആരാണെന്ന് മനസ്സിലായിരുന്നില്ല. ഈ സമയത്ത് സജിയും അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വരെ സജി അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് പോലീസ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. തുടർന്ന് കരമന പോലീസ് സജിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. കസ്റ്റഡിയിലുള്ള ഈ സജിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? ഈ സജിക്ക് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഇവർക്കിടയിൽ ഇതിന് തൊട്ടു മുമ്പായി നടന്നിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ സജിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് പോലീസ് കൈമാറുന്നുണ്ടോ? അറിയാം, സജി ഓട്ടോ ഡ്രൈവറാണ്. നേരത്തെ തന്നെ ഇരുവരും തമ്മിൽ പരിചയത്തിലാവുകയും പിന്നീട് ആ ഒരു സൗഹൃദം, ആ ബന്ധം അങ്ങനെ വളരുകയുമായിരുന്നു. എന്നിട്ടാണ് ഈ വീട്ടിൽ ഇതറിയുമ്പോൾ ഇവരെ വിലക്കുന്നത്. അതിനുശേഷം ഉള്ളൂരിലുള്ള ഹോസ്റ്റലിലാണ് ഷീജ താമസിച്ചിരുന്നത്. ഇവിടെ സജിയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നത് ഇയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടായി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ കാര്യമാണ് ഇരുവരും തമ്മിലുള്ള തർക്കത്തിലേക്ക് വഴിവെക്കുന്നത്. ആദ്യത്തെ ഈ ഒരു സൗഹൃദം തടസ്സപ്പെടുന്നതിന് അല്ലെങ്കിൽ അതിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഇതാണ് കാരണമായതായി പറയുന്നത്. ഇപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എങ്ങനെയാണ് കൈമനത്ത് സജിയുടെ വീടിനോട് ചേർന്ന പറമ്പിലേക്ക് ഈ 50 വയസ്സുകാരി എത്തിയത് എന്നതാണ്. അവർ സ്വമേധയാ വന്ന് ഒരുപക്ഷെ ആ സജിയോടുള്ള വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച് അല്ലെങ്കിൽ ആ ദേഷ്യം കൊണ്ട് അവിടെ വന്ന് ആത്മഹത്യ ചെയ്തതാകാം. നേരത്തെ തന്നെ ഈ വീട് പരിചയമുണ്ടായിരുന്നിരിക്കണം. അങ്ങനെ അവിടേക്ക് എത്തിയതാകാനുള്ള സാധ്യത. മറ്റൊന്ന്, സജി തന്നെ അവരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നോ, അങ്ങനെ അപായപ്പെടുത്താനുള്ള ശ്രമമുണ്ടായോ, അതൊരു സംശയവും ദുരൂഹവുമായ കാര്യമായി അവശേഷിക്കുന്നുണ്ട്. ബന്ധുക്കൾ ആ തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതിൽ അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. മന്ത്രി പറഞ്ഞതും വീട്ടുകാർക്ക് ഇങ്ങനെ ഒരു പരാതിയുണ്ട്, അക്കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കും, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും നടക്കുക എന്ന കാര്യമാണ് മന്ത്രി പറഞ്ഞത്. DCPയും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഈ സജിക്ക് വിനോദ് ഈ ക്രിമിനൽ പശ്ചാത്തലമോ അത്തരത്തിലുള്ള മുൻ കേസുകളോ പരാതികളോ അല്ലെങ്കിൽ നാട്ടുകാരോ മറ്റോ ഇത്തരത്തിൽ പറയുന്നുണ്ടോ? ഈ സജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? സജിയുമായുള്ള ബന്ധത്തെ എന്തുകൊണ്ടാണ് ഷീജയുടെ വീട്ടുകാർ തടഞ്ഞിരുന്നത്? ഇതിൽ ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഇനി ചോദ്യം ചെയ്യലുകൾ നടക്കുന്നുണ്ട്. ഇയാളുടെ ഒരു പൂർവ്വ ചരിത്രം നോക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രതി സ്ഥലം വിട്ടു പോകാനുള്ളൊരു സാധ്യത പോലും ഉണ്ടായിരുന്നു. കാരണം രാവിലെ വരെ സജിയിലേക്ക് പോലീസ് എത്തിയിരുന്നില്ല. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ആ ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നപ്പോൾ സജിയും അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും പോലീസ് അവിടെ എത്തുമ്പോൾ സജി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സൂചനകൾ ലഭിക്കുന്നു, ഇങ്ങനെ സജിയുമായി സൗഹൃദമുണ്ടായി എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. കാരണം ഈ ഒരു ആദ്യം ആളാരാണെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ആ പരിസരത്തുള്ള ആരും അങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ളതായ വിവരമില്ല. അതുകൊണ്ട് തന്നെ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി. ഇത് എവിടെ നിന്നാണ് ഈ മൃതദേഹം അല്ലെങ്കിൽ ആ സ്ത്രീ അവിടെ എത്തിയത് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യമുണ്ടായിരുന്നു. ഇവിടെ വ്യക്തമാകേണ്ട കാര്യം ഇതാണ്. ഒന്ന്, നേരിട്ട് അവിടെ എത്തി ഷീജ സ്വയം ജീവനെടുക്കാൻ തീരുമാനിച്ച് അങ്ങനെ നടന്ന ആത്മഹത്യയാണോ, അതല്ലെങ്കിൽ സജിയുടെ പ്രേരണയാൽ അവിടെ എത്തിയോ, സജി കൂട്ടിക്കൊണ്ടുവന്നതാണോ, എന്തെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയതാണോ എന്ന ഒരു സംശയമാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം സജിയുടെ ചരിത്രമാണ്, പൂർവ്വചരിത്രമാണ്. അങ്ങനെ ഏതെങ്കിലും കേസുകളിലോ മറ്റോ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളാണോ, മറ്റ് FIRകളോ മറ്റ് കേസുകളോ മറ്റോ നിലനിൽക്കുന്ന ആളാണോ, ആ തരത്തിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാകേണ്ടത്. പക്ഷേ ഇതുവരെയും അത്തരത്തിലുള്ള സൂചനകൾ വന്നിട്ടില്ല. ഓട്ടോ ഡ്രൈവറാണ്. ആദ്യത്തെ ഒരു സൗഹൃദം, ഇവരുമായുള്ള ഒരു സൗഹൃദം, ഷീജയുമായുള്ള ഒരു സൗഹൃദം, അത് കഴിഞ്ഞ് മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലേക്ക് പോകുന്നു. ആ ബന്ധം ഷീജ അറിയുന്നു. അതുമുതൽ ഇവർക്കിടയിൽ അസ്വാരസ്യമുണ്ടാകുന്നു. മാത്രമല്ല ഈ നഗ്ന ചിത്രങ്ങൾ, നേരത്തെയുള്ള ഫോട്ടോ കാണിച്ച് ഷീജയിൽ നിന്ന് പലപ്പോഴായി പണം വാങ്ങിയിരുന്നു എന്ന ആരോപണം കൂടി ഷീജയുടെ വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ സമഗ്രമായ അന്വേഷണമാണ് ഇപ്പോൾ വീട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. ആര്യ. യെസ്, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കരുമം സ്വദേശി ഷീജയാണ് ഇന്ന് പുലർച്ചെയോടെ ആളൊഴിഞ്ഞ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിൽ പോലും ഇതിൽ എന്തെങ്കിലും ദുരൂഹത അവശേഷിക്കുന്നുണ്ടോ എന്ന് പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. നിലവിൽ ഷീജയുടെ ആൺ സുഹൃത്ത് എന്ന് കരുതുന്ന സജികുമാർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്.